ഓഫ് ചെയ്ത് കളഞ്ഞാലോ? നോ നോ, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സഡൻലി പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഇറ്റ് വിൽ ബി എ ഷോക്ക്. പറഞ്ഞ് മനസ്സിലാക്കണം. പാപ്പാക്ക് മനസ്സിലാകും. പാവാണ്. We should be with him always. Hi, കുഞ്ഞപ്പൻ. എന്റെ സുഹൃത്താണ്. Thank you. മിസ്റ്റർ ഭാസ്കരൻ, ഒരു രഹസ്യം പറയാനുണ്ട്. എന്ത് രഹസ്യം? മിസ്റ്റർ ഭാസ്കരൻ മക്കളോട് പോലും പറയാത്ത കാര്യമാണ്. ഗുഡ് ബൈ സുബ്രഹ്മണ്യൻ. ഇതാന്ന് ഞാൻ പറഞ്ഞത്. ഇരി പോയിട്ടുണ്ട്. 30-35 വർഷമായിട്ട് എൻ്റെ കയ്യിൽ ഒരു നൂല് പോലും കിട്ടി തന്നിട്ടില്ല. കുഞ്ഞപ്പൻ്റെ ജാതകം വരെ എഴുതിച്ചു. അല്ല, മാമനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഈ പ്രായത്തിൽ കളിക്കാൻ കൊടുക്കേണ്ട സാധനം നീ വാങ്ങിച്ചു കൊടുത്ത്. എനിക്ക് ദാഹിക്കുന്നു ബാബു. നീയല്ലേ ഇപ്പൊ കുടിച്ച്? പ്രതികാരദാഹം നായി. ആ കുഞ്ഞപ്പനെ ഞാൻ കൊല്ലും. ആ പേര് കേൾക്കുമ്പോ തന്നെ എന്തോ ഉൾത്തേട്ട് വരും. ഞാൻ പയ്യന്നൂരിത് പോയി. ആ വീട് അവര് പൊളിച്ചു പടിയാന്ന്. പെട്ടെന്നായിട്ട് പറയാൻ പറ്റിയില്ല. പറഞ്ഞില്ലെങ്കിലും കണ്ടുപിടിക്കുന്ന അറിയാ. കുഞ്ഞപ്പാ, ഇല്ലാത്ത സമയം ഉണ്ടാക്കി ചുപ്പനും ആ ഹിഡിമ്പിയും ആ എന്തേലും ആവട്ടെ, നിന്റെ അമ്മയൊന്നും അല്ലല്ലോ. ഇവിടെ വന്നത് എന്തിനാന്ന് അറിയില്ല. ഹായ്. നീ എന്നാക്കുന്നു? ഇന്നുതിൽ ഞാനാ ഭക്ഷണം ഉണ്ടാക്കുന്ന. ഭക്ഷണം മാത്രമല്ല, അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കാൻ പോകുന്നത്. നിനക്ക് 1/2 ഗ്ലാസ് ചായ വേണം. അര ഗ്ലാസ് എന്നല്ലേ പറഞ്ഞത്? അച്ഛന് വേണ്ടത് കുടിച്ചാ പോരെ? വേണ്ടതല്ലേ ചോദിച്ചത്, അത് തന്നാ പോരെ? എങ്ങോട്ടാ? കുളിക്കണം. അതിനെന്തിനാ? പിന്നെ ഒറ്റയ്ക്കാ പോണ്ടത്. ആടെ വെച്ച് എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ? ഞാൻ വന്നോളാം, നീ ഇടുന്നാ മതി. അകത്ത് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അരകല്ലപ്പുറത്തുണ്ട്. നന്നായിട്ട് അരയണം, എന്നാലും രുചി ഉണ്ടാവും. കടുക് നന്നായിട്ട് പൊട്ടണം. കരിയാതെ നോക്ക്. വാ.
സുബ്ബു എങ്ങോട്ടാ അച്ഛൻ്റെ പുര? ഞാനൊന്ന് കുളിക്കാൻ, ഇവനെന്റെ തല ഓർത്താൻ. എന്തേ? ഒന്നുമില്ലപ്പോ, വെറുതെ വെച്ചതാ. അച്ഛൻ ശരിക്കും നാണം കിട്ടാൻ പറഞ്ഞില്ലേ? നാണക്കേടാ. അങ്ങനെയാണെങ്കിൽ 10-12 കൊല്ലം നിന്റെ തല ഓർത്ത് ഞാൻ നാണം കെട്ട് ചത്തുപോണമായിരുന്നല്ലോ. ആഴ്ചക്കാഴ്ചക്ക് പുതിയ പുതിയ റോബോട്ടിനെ വാങ്ങിക്കാൻ അയ്യാക്ക് ഇടുന്ന ഈ പൈസ. റോബോട്ടിന് ലീവാണല്ലേ? ഇതാരുണ്ടാക്കിയെന്നാ പറഞ്ഞു? ടോമി. ഞാൻ പൊട്ടനെന്നാ നീ വിചാരിച്ചത്? കഴിഞ്ഞ 3-4 മാസമായിട്ട് ആ ഇരുമ്പും കഷ്ണം എന്നെ നോക്കുന്നത്. സകല തെറിയും കേട്ടിട്ട് എനക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തന്നത്, കുളിപ്പിച്ചത്, ചിരിപ്പിച്ചത്, പറയുന്ന അനുസരിക്കാൻ അല്ലാതെ മറുത്തൊന്നും സംസാരിച്ചിട്ടില്ല. എന്നെ പേടിപ്പിച്ചിട്ടുമില്ല ഇതുവരെ. ഓനെ കുഞ്ഞിനെ പോലെ നോക്കണം, എല്ലാം പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു തന്നിട്ട് നീ റഷ്യയിലും അമേരിക്കയിലും ഒക്കെ പോയ സമയത്ത് ഈടെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നിയത് ഓനും ഇവിടെ ഉണ്ടായുണ്ടാ. ഓൻ നിനക്ക് അലക്കാനും വെക്കാനുമുള്ള മെഷീനായിരിക്കും, എനിക്കത് മോനാന്ന്. ഓൻ പോയാൽ ഏറ്റവും നിൽക്കോ? നീ നിൽക്കോ? ആ കുടത്തിൽ കിടക്കുന്ന നിന്റെ അമ്മയുടെ ചാരം ഒന്ന് ഒഴുക്കാൻ വേണ്ടിയിട്ട് നിന്റെ പുറകെ നടന്നിട്ട് എത്ര കൊല്ലായി? അതിന് നേരമില്ലാത്ത നീയാന്നാ എന്നെ നോക്ക ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇനി അഥവാ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവിടെ നിന്നാൽ തന്നെ ഞാനൊന്ന് കിടന്നു പോയാൽ എൻ്റെ തീട്ടം കോരാൻ നിനക്ക് പറ്റൂല. ഉടനെ അടുത്ത കർത്തയാണ് വരും. ഒന്ന് അടുത്തിരുന്ന് മിണ്ടാനും പറയാനും വേണ്ടിയിട്ടാ ചെസ് കളിക്കാൻ വിളിക്കുന്നത്. അതിന് നിനക്ക് കരയാൻ പറഞ്ഞല്ല, നിനക്ക് പകരാകാൻ ഓനാവൂല, ഓന് പകരാകാൻ നിനക്ക്. അച്ഛത്ര വേളം വെച്ചാലും ശരി, അതിനെ തിരിച്ചു കൊടുക്കണം. 4 മാസത്തേക്ക് തന്നു വിട്ടണ അതിനെ ഇനി വെക്കാൻ പറ്റില്ല. ഗവൺമെന്റ് സമ്മതിക്കൂല, കമ്പനി സമ്മതിക്കൂല, എനിക്ക് അതിനുള്ള പെർമിഷനും ഇല്ല. ഇതുപോലുള്ള ബാക്കി റോബോട്ടൊക്കെ തകരാറിലായി. ഇത് ഉറപ്പായിട്ട് അച്ഛനെ അവിടെ എടുത്തു വെച്ചാ. ലോകത്ത് എത്ര എടുത്ത് മക്കൾ അച്ഛന്മാരെ കൊല്ലുന്നുണ്ട് എന്ന് വെച്ചാൽ അച്ഛന്മാരും മക്കളെ ഉണ്ടാക്കാതിരിക്കുന്നുണ്ടോ? ഉണ്ടോ? വീടിൽ പണിക്കൂടുന്നത് ഈ സാധനമാണ് അച്ഛനെ വലുത്. ഏത് സമയത്താണ് അച്ഛനെ മൈൻഡ് ആയിരുന്നിട്ടുള്ള? എപ്പോഴാണ് അച്ഛന്റെ പ്രശ്നം നോക്കാതിട്ടുള്ള? ഇവിടെ അച്ഛനോട് ചൊറിയും കുത്തിക്കാരത്ത് എന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട് അവിടെ പോക. ഇത് ഉറപ്പായിട്ട് അച്ഛനെ കൊല്ലു വെച്ചാ. ഓൻ എന്നെ ഒന്നും ചെയ്യൂല, അത് നിങ്ങളുടെയൊക്കെ തോന്നലാന്ന്. പാപ്പാ, ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ആരൊക്കെയോ ചെയ്യുന്ന പ്രോഗ്രാം ചെയ്തു വിട്ട ഒരു സാധനമായത്. നമ്മൾ മനുഷ്യരെ പോലെയല്ല.
നമ്മളും അങ്ങനെ തന്നെ അല്ലേ? ആരോ പ്രോഗ്രാം ചെയ്ത് വിട്ടവര്. ഞാൻ അതിനെ തലയിലെഴുത്ത് എന്ന് പറയും. നിങ്ങൾ അതിനെ പ്രോഗ്രാമോ എന്ത് കുന്താന്ന് വെച്ചാൽ വിളിച്ചോ. എല്ലാം കളഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് അച്ഛനെ നോക്കാനാണ്. അതിന് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആർക്കും സമാധാനം ഉണ്ടാവില്ല. എന്നെ പോലീസ് പിടിക്കുന്നത് കേസാവും. അച്ഛൻ എന്താ വിചാരിച്ചേ? ഞാൻ അച്ഛനെ കൂടെ നിൽക്കണമെന്നല്ലേ? ഇതിനെ എവിടെ പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. പോരെ? ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഭാസ്കരൻ. സമയം 7:30. താങ്കളുടെ ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി. സ്റ്റോപ്പ്. ചവിട്ടി നിർത്തിക്കോ. വെറുതെ എന്റെ ഭാര്യയെ കൊണ്ട് വെള്ളസാരി ഉടിപ്പിക്കണ്ട. എന്താടാ മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ? ശരി, വണ്ടി എടുക്കടാ. അതല്ല, നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. മുതലാളി വന്നേ. മല്ലയ്യയുടെ ബംഗ്ലാവിൽ ചില കല്യാണ ഗൂഢാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ആശാന്റെ പെൺമക്കളെ മല്ലയും മുരുകനും ചേർന്ന് പടലിയോടെ കെട്ടാൻ പോണത്രേ. അതിലൊരു ചതിയില്ലേ? എന്ത് ചതി? അപ്പ മുതലാളിയുടെ ഡോക്ടർ പെണ്ണിനെ ആ മല്ലയ്യ കെട്ടില്ല. ഓഹോ, അപ്പൊ നീ മല്ലയ്യയുടെ ഭാഗത്താണോ? കഴിഞ്ഞ ദിവസം മല്ലയും ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച് ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ. എന്നിട്ടിപ്പൊ മറ്റവളെ കെട്ടാൻ പോകുന്നെന്ന്. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ എന്ത് നാടകം വേണമെങ്കിലും കളിക്കട്ടടാ, നമുക്ക് കാണാം. നാടകം കളിക്കാൻ അവനാര് എണ്ണൻ പിള്ളേ? ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം. അതിന് പറ്റിയ ആള് ഞാൻ തന്നെയാ. പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഞാനും മുതലാളിയും തമ്മിൽ തെറ്റിയെന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കണം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? അതിലൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതെങ്ങനെ? ഞാനും മുതലാളിയും കൂടി നിന്നെ ഇവിടെ ഇട്ട് പരസ്യമായി തല്ലാൻ പോകും. തല്ലാനോ? അയ്യോ, അത് വേണ്ട. എനിക്ക് ചിലപ്പോ നോവും. നീ പറഞ്ഞ ഐഡിയ നല്ലതാടാ തന്നെ മുതലാളി. അപ്പൊ ഞാൻ തന്നെ തുടങ്ങി നോക്കാം. തമാശ കളിക്കല്ലെന്ന് ഒറിജിനാലിറ്റി ഇല്ലെങ്കിൽ വിശ്വസിക്കില്ലടാ. വേണ്ട, മേലിൽ നിന്റെ മുതലാളിയുടെ മുന്നിൽ കണ്ടുപോയിരുന്നു. മല്ലയ്യക്ക് സ്തുതി പറഞ്ഞവൻ മല്ലയ്യയുടെ കൂടെ പൊക്കോണം. ഇനി എന്റെ കരുത്ത് മുഴുവൻ ഞാൻ മല്ലയ്ക്ക് വേണ്ടി ഉപയോഗിക്കൂടാ. കാട്ടാപ്പള്ളി ഇനി അവിടം വരെ എങ്ങനെ നടന്നെത്തുമെന്തോ. ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ നടന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് നീ കൂടെ കയറി വന്നേ? പൊക്കണം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യം നിന്ന് കിണക്കുന്നത് കണ്ടില്ലേ? അത് ചോദിക്കണാവല്ലേ? ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാടാ. ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. മല്ലയാ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ? അവനാ നാഗേന്ദ്രൻ പറഞ്ഞു വിട്ടതായിരിക്കും നമ്മ രഹസ്യങ്ങൾ സോർത്താൻ. ചില സമയത്ത് സത്യേക്കാൾ വലുതാണ് ബുദ്ധി. ഞാൻ പറഞ്ഞിട്ടില്ലേ? കട്ട്കൊണ്ടാ ആട്ടാടോണ. ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം. ഇങ്ങ വാ പറയട്ടെ. എന്നെ തല്ലാനല്ലാന്ന് സത്യം ചെയ്താൽ ഞാൻ വരാം. ശിവനെ കൊണ്ടാണേട്. നീ മര്യാദയോടെ നിൽക്കുമോ? അയ്യോ, ഞാൻ മര്യാദയ്ക്ക് നിൽക്കുന്നേ. പക്ഷെ അടികൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാ സത്യം. ആ കാട്ടുപുളിയെ ശരിയാക്കാൻ ഞങ്ങള് പലതും ആലോചിക്കും. അതൊന്നും ആരും അറിയാൻ പാടില്ല. ആരും അറിയില്ല മല്ലയ്യ. ആശാനെ, കണിയാന്റെ അടുത്ത് മുഹൂർത്തം നോക്കാൻ ചെന്നപ്പോ
അയാള് പറയുന്നു ഉടനെ എങ്ങും പറ്റിയ മുഹൂർത്തമില്ലെന്ന്. പിന്നെ ഞാൻ കത്ത് കാണിച്ചൊരു വരട്ടിയപ്പോ ഒരു ഉഗ്ര മുഹൂർത്തം കുറിച്ച് തന്നു. പിന്നെ കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. ഈ മല്ലയ്യ കല്യാണം കഴിക്കാൻ പോണ കല്യാണ പെണ്ണ ഏതാ? പുറത്ത് പറയണ്ട. ഇല്ല, കാട്ടാപ്പള്ളി കെട്ടാൻ വന്ന ഡോക്ടർ പെണ്ണ. തന്നെ ഏടാ ദശമുല കണ്ടു കാണുമെന്തോ ശിവനെ. എന്താ ഇവിടെ ബടാ വന്നു നീ അറിഞ്ഞോ? ഇല്ല. ഇന്ന് 11 മണിക്ക് നാഗേന്ദ്രൻ ആ ഡാക്ടർ പെണ്ണിനെ കല്യാണം കെട്ടാൻ പോണു. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു. നാഗേന്ദ്രന്റെ എല്ലാ കാറിലും ഞാൻ ബോംബ് വെച്ചു. 10:30 മണിക്ക് പോട്ടു. നന്നായി. നിൻಗೆ ನನ್ ಬಗ್ಗೆ ಗೊತ್ತಿಲ್ಲ ನನ್ ಹಂದಿ ಮಗನೇ. ബോംബ് വച്ചത് മാത്രമല്ല, കണ്ണടയിൽ എന്തോ ഗൊത്താനാണ് പ്ലാൻ. ശിവനെ, ഞാൻ ചെല്ലുന്നതിന് മുമ്പെങ്ങാനും ബോംബ് പൊട്ടിയ മുതലാളിയുടെ ഇറച്ചി കഷ്ണം കാക്ക കൊത്തിക്കൊണ്ട് പോവേ ഉള്ളു. മാറുകാളെ അക്കന്മാരെ ദഹിപ്പിക്കാനുള്ള വെറുതും കൊണ്ടുപോകണം. മുതലാളി ഇറങ്ങി വന്നേ. എല്ലാ കാറിലും മല്ലയ്യ ബോംബ് വെച്ചേക്കാ. അതേന്ന് കൃത്യം 10:30 തന്നെ ബോംബ് പൊട്ടും. ജീവൻ വേണമെങ്കിൽ എല്ലാരും ചാടിക്കോ. നോക്കി നിൽക്കാതെ മുതലാളി ഇങ്ങോട്ട് വന്നേ. ഞാനല്ലേ പറയുന്നത്, ചാടിക്കോ. തലയിലേക്ക് ചാടല്ലടാ. ഇപ്പൊ പൊട്ടു മുതലാളി, വെയിറ്റ് ചെയ്യും. ചാടാൻ വേണ്ടി മല്ലയ്യ വരുന്നുണ്ട്. പത്ര കഴിഞ്ഞ് ഇനി നമുക്ക് വെള്ളത്തിന് കയറാം. കൊല്ലൂടാ നിന്നെ ഞാൻ. കൊല്ലാൻ വരുന്ന ധൈര്യം ഉണ്ടെങ്കിൽ പിടി. കാട്ടാപ്പിള്ളിയുടെ പെണ്ണിനെയും കൊണ്ട് കർണാടകയിലേക്ക് തന്നെയായിരിക്കും മുങ്ങിയിരിക്കണത്. അല്ല, നാമം എന്താണെന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. വെള്ളത്തിൽ ഞാൻ മുങ്ങിയതിനു ശേഷം അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയതുപോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ച് നോക്കി. അപ്പോഴെങ്ങാനും എന്നെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശിവനെ, എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ശിവനെ, മിസ്റ്റർ ദശമൂലം, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. ഞാൻ ചത്തോയ എന്റെ പിള്ളേർക്ക് നീ ചെലവിനോട് കൂടാ. അതെ, വെറുതെ ധൈര്യം നിന്ന് ആളെ കൊല്ലാൻ നോക്കാം. നീ എന്തിനാ അയാളോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായുസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. എന്തൊക്കെ പറഞ്ഞാലും വാസുവിന്റെ മക്കളുടെ കാര്യം ആ കഷ്ടത്തിലായത്.